Hello friends, welcome back to my new video. So guys, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ പുതിയ ഫോണായ Realme Narzo 20 Pro ആണ്. സോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി അടി പോയി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ അപ്പുറത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. So, നമ്മുടെ Realme Narzo 20 Pro. ഇതാണ് നമ്മുടെ Realme Narzo 20 Proയുടെ ബോക്സ്. ഒരു യെല്ലോ കളർ ബോക്സ് ആണ് നമ്മുടെ Realme സാധാരണ പോലെ തന്നെ യെല്ലോ കളർ ബോക്സ് തന്നെയാണ്. ദെൻ നോക്കുകയാണെങ്കിൽ Narzo 20 Pro എന്നുള്ള ഒരു ടൈറ്റിൽ ചെയ്ത ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ അടിയിൽ Realme ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മുകളിൽ നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എല്ലാ ബോക്സിലും ഉണ്ടാകുന്ന പോലെ തന്നെ. ദെൻ നമ്മുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. 65 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് നമ്മുടെ ബോക്സിൽ വരുന്നത്. ദെൻ 4500 mAh ബാറ്ററി capacity വരുന്നുണ്ട്. 90 Hz അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ, അതാണ് ഇതിൽ ഹൈലൈറ്റ്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ MediaTek Helio G95 ഒരു പ്രൊസസ്സറാണ് നമ്മുടെ ഫോണിന് വരുന്നത്. ദെൻ 48 മെഗാപിക്സലിൻ്റെ ഈ ക്വാഡ് ക്യാമറ, പ്രൈമറി ക്യാമറ 48 മെഗാപിക്സലിലാണ് വരുന്നത്. ദെൻ നമ്മുടെ ഫോണിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് നൈറ്റ് എന്ന് പറയുന്ന കളറാണ്. നമ്മുടെ വൈറ്റ് കളർ ഫോണാണ് നമ്മുടെ. ദെൻ 6GB RAM 64GB ROM, 6GB RAM 64GB ഇന്റേണലിലെ ഒരു വേരിയന്റ് ആണ് നമ്മുടെ. ദെൻ നമുക്ക് നമ്മുടെ Realme Narzo 20 Pro നേരെ അൺബോക്സ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റിയൽമി ബോക്സിന്റെ നമ്മുടെ റിയൽമി പൗച്ചാണ് വന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ദെൻ നമ്മുടെ Realme Narzo 20 Pro ആണ്, അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മുടെ റിയൽമിയുടെ 65 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. ഒരു സൂപ്പർ ഡാട്ട് ഫാസ്റ്റ് ചാർജറാണ്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വന്നിട്ടുള്ളത്. ഒരു പെട്ടെന്ന് ഒരു കിടക്കാച്ചി സ്പീഡിലാണ് നമ്മുടെ ചാർജൊക്കെ കയറുന്നത്. ദെൻ USB-C ടൈപ്പ് കേബിളാണ് നമ്മുടെ ബോക്സിനൊപ്പം ലഭിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഹാർഡ് കേസ് തന്നെയാണ്. എല്ലാതും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുള്ളത്. നമ്മുടെ 3.5mm ഹെഡ്സെറ്റ് ജാക്കും അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലും USB ടൈപ്പ് കേബിളും എല്ലാത്തിൻ്റെയും പോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ റിയൽമിയുടെ കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഫോൺ നേരെ പുറത്തേക്ക് എടുക്കാം. കുറേ നേരം നോക്കുന്നു നമ്മുടെ സിം ടൂൾ എജക്ടർ എവിടെയാണെന്ന്. ഞാൻ നോക്കിയിട്ട് കിട്ടും സാധാരണ കേസിനൊപ്പമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ കേബിൾ നമ്മുടെ ബോക്സിൽ ഏറ്റവും അടിയിലിട്ടാണ് നമ്മുടെ സിം എജക്ടർ ടൂൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ Realme Narzo 20 Pro നമുക്ക് നേരെ കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. വാവ്, നല്ലൊരു ഗ്ലേസിംഗ് ആണ്, നല്ല കളറിലാണ് നമ്മുടെ Realme Narzo 20 Pro അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു വൈറ്റ് നൈറ്റ് എന്ന് പറയുന്നൊരു കളറാണ്. നമ്മുടെ ഒരു ഷൈനിങ്ങൾ കാണാം, ഒരു ഡയമണ്ട് ടൈപ്പ് ഷൈനിങ് ആണ് ഇവിടെ സൈഡിൽ വന്നിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട്, ഒരു വൈറ്റ് ആൻഡ് ഒരു ഗ്രീൻ ഓർ ബ്ലൂ ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് വന്നിട്ടുള്ളത്. ദെൻ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫ്രണ്ടിലും അത്യാവശ്യം നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല സൈസിലും 6.57 ഇഞ്ചസ് ഡിസ്പ്ലേ സൈസ് വരുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഒന്ന് ബൂട്ട് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ മൊബൈലിൻ്റെ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ റിയൽമി എന്നുള്ള ലോഗോ അവരുടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 4 ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ അടിഭാഗത്ത് നാർസോ ഡിസൈൻ ബൈ റിയൽമി എന്നുള്ള ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിസൈനുകാരൻ ഞാൻ പറഞ്ഞല്ലോ, അടിപൊളി ഡിസൈൻ തന്നെയാണ്. നല്ലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത്. ദെൻ നമ്മുടെ ഫോണിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ 2 ബട്ടൺസ് ആണ് അവൈലബിൾ ആയിട്ട്, അതായത് വോളിയമിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. ദെൻ മോൾ ഭാഗത്ത് സിം ട്രേ ആണ്, മോൾ ഭാഗത്ത് മീൻസ് അപ്പ് ആൻഡ് ഡൗണിൻ്റെ മോൾ ഭാഗത്ത് സിം ട്രേ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ട്രിപ്പിൾ സ്ലോട്ടാണ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 സിമ്മും ഒരു മെമ്മറി കാർഡും അറ്റ് എ ടൈം നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 2 4G സിമ്മും നമുക്ക് ഇതിൽ അറ്റ് എ ടൈം നമുക്ക് ഇടാനായിട്ട് സാധിക്കും. രണ്ടും 4G സിം സപ്പോർട്ട് ചെയ്യുന്ന സ്ലോട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ ബട്ടൺ ആൻഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇവിടെ. നമ്മുടെ ലോക്ക് സ്ക്രീൻ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് നമ്മുടെ സൈഡിൽ വന്നിട്ടുള്ളത്. ദെൻ അടിഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കർ ഗ്രില്ലും അതുപോലെ തന്നെ USB-C ടൈപ്പ് പോർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് മൈക്കും അതുപോലെ തന്നെ 3.5mm ഒരു ഹെഡ്സെറ്റ് ജാക്കും. ദെൻ മോൾ ഭാഗത്ത് ഒന്നുമില്ല, ഭയങ്കര ക്ലീൻ ആയിട്ടാണ് മോൾ ഭാഗത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ Realme Narzo 20 Pro നമ്മൾ ബൂട്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഫോൺ തന്നെയാണ്. ഒരു 6.57 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് നമ്മുടെ ഫോണിന്. ദെൻ ഇതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ
195 ഗ്രാംസാണ് നമ്മുടെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഒരു മോർ വെയിറ്റ് ഒന്നും പറയാനൊന്നുമില്ല. സാധാ നമ്മുടെ ഫോണിൻ്റെ വെയിറ്റ് ഒക്കെ തന്നെ നമ്മുടെ ഈ ഫോണിന് വരുന്നുള്ളൂ. then ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. then 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, then 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസിങ് ക്യാമറയാണ് വരുന്നത്. then ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിലാണ് ഇതിൻ്റെ പഞ്ച് ഹോൾ ആയിട്ടാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പഞ്ച് ഹോൾ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബസിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്രയ്ക്കും ബസിൽസ് ഒന്നും പറയാനായിട്ടൊന്നുമില്ല. അടിഭാഗത്ത് ചെറിയൊരു ഇത് എടുത്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. സൈഡിലൊന്നും അങ്ങനെ ബസിൽസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ലോക്ക് സ്ക്രീനിൻ്റെ ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റുള്ള ഒരു ലോക്ക് സ്ക്രീൻ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഫിംഗറൊക്കെ നല്ല രീതിയിൽ നല്ല ഫാസ്റ്റുള്ള ഒരു ഫിംഗർ ലോക്ക് സംവിധാനമാണ് നമ്മുടെ ഫോണിൽ നമ്മുടെ റിയൽമിയിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഇതിൻ്റെ ക്യാമറ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. ക്യാമറ സെക്ഷൻ സാധാരണ റിയൽമി ഫോൺസിലുള്ള പോലെ തന്നെ നമ്മുടെ ഫോട്ടോ, വീഡിയോ, നൈറ്റ് എന്ന ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോയിൽ നമുക്ക് 10x വരെ നമുക്ക് മാക്സിമം സൂം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 10x സൂം ചെയ്താൽ ക്ലാരിറ്റി പറയേണ്ട പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ പോർട്രേറ്റ് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള പോർട്രേറ്റ് ആണ് എന്ന് എനിക്ക് പറയാനായിട്ടില്ല. പക്ഷേ അത്രയ്ക്ക് ക്ലാരിറ്റി എനിക്ക് തോന്നുന്നില്ല. ദെൻ 48 മെഗാ പിക്സൽ. പിന്നെ മോർ സെക്ഷനിലോട്ട് പോകാൻ ടൈം ലാപ്സ്, അൾട്രാ മാക്രോ, ഗൂഗിൾ ലൈൻസ്, സ്ലോ മോഷൻ, എക്സ്പോർട്ട്, പനോരമ. ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ റെഡ്മി ഫോൺസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ റിയൽമി ഫോൺസിൽ നമ്മുടെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനില്ല. ദെൻ നമുക്ക് ജസ്റ്റ് നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ക്യാമറയുടെ സെറ്റിംഗ്സ് ഒന്ന് പോയി നോക്കാം. ക്യാമറയുടെ സെറ്റിംഗ്സ് പോവുകയാണെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 4K at 30 FPS വരെ നമുക്ക് മാക്സിമം ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ 1080 at 30 FPS, 1080 at 60 FPS, then 720 pixel at 60 FPS and 720 pixel at 30 FPS വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ FM റേഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ നമ്മുടെ ഫോണിൽ കണ്ടില്ല. നിങ്ങളുടെ ഫോൺസിൽ എങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ. ദെൻ നമ്മുടെ ഫോണിൽ ഒരു 90 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. സോ നമുക്ക് നമ്മുടെ സ്മൂത്തായിട്ട് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിന് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ 60 Hz അല്ലെങ്കിൽ 90 Hz. ദെൻ ഓട്ടോ സെലക്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 6GB RAM and 64GB ഇന്റർണൽ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇതിന് പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ MediaTek Helio G95 ഒരു പ്രൊസസ്സറാണ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഫോൺ 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് വൈറ്റ് നൈറ്റ് ആൻഡ് നിഞ്ച ബ്ലാക്ക്. ഈ 2 കളേഴ്സിലാണ് ഇറങ്ങിയിട്ടുള്ളത്. സിമ്പിളായി പറയുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. നമ്മൾ ഈ കളർ എടുത്തിട്ട് വൈറ്റ് കളറാണ് നമ്മുടെ ഫോൺ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മുടെ ഫോൺ 2 വേരിയന്റിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് 6GB RAM and 64GB ഇന്റർണൽ ആൻഡ് 8GB RAM and 120GB ഇന്റർണൽ. നമ്മുടെ കയ്യിൽ 6GB RAM 64GB ഇന്റർണൽ വേരിയന്റ് ആണ്. ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,999 രൂപയാണ് ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത്. 8GB RAM and 120GB ഇന്റർണൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 16,999 രൂപ. ഒരു 15 to 70K ബഡ്ജറ്റുള്ള ഫോണാണ് നമ്മുടെ Realme Narzo 20 Pro. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ Realme Narzo 20 Proയുടെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ട് വേണം എനിക്ക് വീഡിയോസ് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. സോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ Realme Narzo 20 Proയുടെ റിവ്യൂ എല്ലാ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. സോ ഗൈസ്, വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. I'm cutting days.